Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തോളൂ കേട്ടോ. God, our Father, I offer you today all that I think and do and say. I offer it with what was done on earth by Jesus Christ, your Son. Amen. Sign in. ഞാൻ പറയാം ma'am. Welcome to our class today. Let's all work together to share new knowledge and ideas and to learn. I warmly welcome everyone to this new chapter of knowledge on the journey. Let's join hard to learn for each other, regrow and require new knowledge. Thank you, Miss. Okay. Thoughts? Thoughts. If you want to achieve something in life, change the way, not the intention. നമ്മളിതില് ഫസ്റ്റ് പേജ് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ ബൈ ആർ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഇമ്പോർട്ടന്റ് ഉള്ള ഫസ്റ്റ് പേജ് നമ്മൾ ഫസ്റ്റ് 2 പാരഗ്രാഫ് നമ്മൾ പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പേജ് എടുക്കാം. പേജ് നമ്പർ 123 തന്നെയല്ലേ നിങ്ങളുടെ ടെക്സ്റ്റില്? Yes, ma'am. വായിച്ചോളൂ കേട്ടോ. ഞാൻ അതൊക്കെ വായിക്കണം. വേണ്ട, പതുക്കെ വായിച്ചാൽ മതി, മനസ്സിൽ വായിക്കാം. എന്നിട്ട് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പറയാം കേട്ടോ. എന്താ മനസ്സിലായി എന്നുള്ളത് പറയാം. മിസ്സേ, പേജ് നമ്പർ ഒന്ന് പറയാമോ മിസ്സേ? പേജ് നമ്പർ 23. ആ, താങ്ക് യു. ഓക്കെ, രവതിക്ക് എന്താ മനസ്സിലായേ വായിച്ചപ്പോ? മാം, എനിക്ക് ഇതിന്റെ മുന്നത്തെ കഴിഞ്ഞ ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് വലിയ പിടുത്തം കിട്ടിയിട്ടില്ല ഒന്നും. ഇന്റേൺഷിപ്പിന് പോകുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇന്നിപ്പോ ക്ലാസ് ഇല്ലല്ലേ? ഇന്ന് ക്ലാസ് ഇല്ല. ഓക്കെ. പേജ് നമ്പർ എത്രയാണ് മാം? പേജ് നമ്പർ 123.
എന്താണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാല്? കുടുംബവും സ്കൂളുകളും തമ്മിലുള്ള പറഞ്ഞു പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം ക്ലിയർ അധ്യാപകർ. ആവുന്നില്ല, സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. നമുക്ക് ഇപ്പൊ കേൾക്കാവോ? ഓക്കെ പറഞ്ഞോളൂ. കുടുംബവും സ്കൂളുകളും തമ്മിലുള്ള ആ പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം അധ്യാപകർ, കുടുംബങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവയിൽ ഉൾപ്പെടുന്ന സ്കൂൾ സമൂഹത്തിന്റെ എല്ലാ അംഗങ്ങളെയാണ്. മാം കേൾക്കത്തില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എല്ലാ തമ്മിലുള്ള എല്ലാ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പിന്നെ ഓരോ പങ്കാളിയും വ്യത്യസ്ത സംഭാവനകളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഒരേപോലെ മൂല്യവത്തായ സംഭാവനകൾ നൽകുന്നവരായി കാണുന്നു. കുടുംബം, അധ്യാപകർ, സ്റ്റുഡൻസ്, ഫാമിലീസ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ. അതെ. കുടുംബങ്ങളും അതുപോലെ തന്നെ സ്കൂളും തമ്മിലൊരു നല്ലൊരു സ്ഥിരതയുള്ള ഒരു സഹകരണം ഉണ്ടാക്കുക എന്നതാണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടുപേരും തമ്മിലൊരു സഹകരിച്ച് പ്രവർത്തിക്കുക അല്ലെ. അപ്പൊ എന്താണ്, കുട്ടികൾക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റും, അവർക്ക് നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെന്റുകൾ ഉണ്ടാവും അല്ലെ. കുടുംബവും അതുപോലെ തന്നെ സ്കൂളും തമ്മിൽ ഒത്തിണങ്ങി അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അതിലൊരു സബ് പോയിന്റുകളായിട്ട് ഒരു 6 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണത്? പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയാണ്? ദിസ് പാർട്ട്ണർഷിപ്പ് ഷുഡ് ബി 6 കാര്യങ്ങൾ. എന്താ അതിൽ പറയുന്നത്? വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും ബഹുമാനിക്കുക. പിന്നെ കുടുംബങ്ങൾ സ്കൂൾ കാര്യങ്ങൾ ഇടപെടുന്നതിലൂടെ തടസ്സങ്ങൾ പരിഹരിക്കുക. പിന്നെ കുടുംബ പ്രശ്നം കൂടാതെ മുൻപ് താല്പര്യമില്ലാത്ത കുടുംബങ്ങളെ സജീവ പങ്കാളികളാക്കാൻ സഹായിക്കുക. പിന്നെ വിദ്യാർത്ഥികളുടെ മികച്ച പ്രോഗ്രാമുകളും അവസരങ്ങളും പഠന സാഹചര്യവും ഉൾക്കൊള്ളുക. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്? എന്താണ്? വ്യൂ ഈച്ച് പാർട്ട്ണർ as making equally valuable contributions while respecting different contributions. അതായത് ഇപ്പൊ സ്കൂളുകളിൽ അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പാരന്റ്സ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, ഇവർ 3 പേരും ചേരുമ്പോഴാണ് നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ ഈ 3 പേരും നൽകുന്ന പേജ് നമ്പർ 123. ഓക്കെ, ഈ 3 പേരും ഇവരെ നൽകുന്ന സംഭാവനകൾ, ഇപ്പോ സ്റ്റുഡൻസിന്റെ രീതിയിൽ നിന്ന് സ്റ്റുഡൻസിന് സ്കൂളുകൾക്ക് സംഭാവനകൾ നൽകുന്നത്, അതുപോലെ തന്നെ എന്താണ് ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓരോരുത്തരും നൽകുന്ന കോൺട്രിബ്യൂഷൻസിന് തുല്യമായിട്ടുള്ള ഈക്വലി എന്ത് കൊടുക്കണമെന്ന് പറയുന്നത് പ്രാധാന്യം, വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് ഓരോ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് വിദ്യാർത്ഥികളാണ്. അവരുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആണ്. എല്ലാവരും സെയിം തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും വ്യത്യസ്തം ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള, വ്യത്യസ്ത ഇന്റലിജൻസ് ഉള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും നമ്മൾ പരിഗണിക്കുക. അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ, അവരുടെ പ്രിഫറൻസ് എന്തൊക്കെയാണ്, അവരുടെ നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ റെസ്പെക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് പറ്റില്ല, നടക്കില്ല എന്നൊക്കെ നമ്മൾ പറയരുത്. ഓക്കെ നമുക്ക് നോക്കാം എന്നുള്ളത് അല്ലെ. പ്രിഫറൻസ് അനുസരിച്ച് അവരുടെ നീഡ്സ് അനുസരിച്ചൊക്കെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കുടുംബങ്ങള് സ്കൂളുകളിൽ പങ്കെടുക്കുന്നതിന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റാം. ഇപ്പൊ ഓരോ സ്കൂളുകളിൽ ഇൻവോൾവ്മെന്റ് ചെയ്യിക്കാം. ഇപ്പൊ എന്താണ് അവർക്ക് നമ്മൾ പറയാറുണ്ട്, ഇപ്പോ പല സ്കൂളുകളും ഓപ്പൺ ആകുമ്പോൾ
തുറക്കുന്ന ടൈമിലൊക്കെ പാരന്റ്സിന് അവയർനെസ് ക്ലാസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ PTA മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, ടീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പാരന്റ്സിൽ നിന്ന് അംഗങ്ങളെയാണ് നമ്മൾ PTA പ്രസിഡന്റ് ഒക്കെ ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ അവരെയും സ്കൂളുകളുടെ ഓരോ പ്രോഗ്രാംസിലും ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ നല്ല രീതിയിൽ സക്സസിലേക്ക് നയിക്കുന്നുണ്ട് അല്ലെ. ഓരോ പ്രോഗ്രാംസും അവരെ ഉൾപ്പെടുത്തി ഫാമിലിയും അതുപോലെ തന്നെ സ്കൂളുകളിലെ ആളുകളും, ടീച്ചേഴ്സ് ആവാം, അതുപോലെ തന്നെ HM ആവാം, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, പാരന്റ്സ്, ഇവർ 3 പേരും കൂടി ചേരുമ്പോൾ എന്താണ് നല്ല രീതിയിലുള്ള ഒരു സക്സസിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോ പാരന്റ്സിനെ എന്ത് ചെയ്യിക്കണം എന്നാ പറയുന്നത്, സ്കൂളുകളിലെ ഓരോ പ്രോഗ്രാംസിലും നമ്മൾ പങ്കെടുപ്പിക്കാം. ഓക്കെ. അതുപോലെ തന്നെ സ്കൂളുകളിലെ കുട്ടികൾക്ക് നല്ലൊരു പഠനാവസരങ്ങൾ, മികച്ചൊരു ഓപ്പർച്യൂണിറ്റീസ് നൽകണം അല്ലെ. ഈ ബെറ്റർ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, ലേണിംഗ്, ഇതൊക്കെ സ്റ്റുഡൻസിന് നൽകേണ്ടത് അത്യാവശ്യമാണ്. നല്ലൊരു അവസരങ്ങൾ, മികച്ച പരിപാടികളും അവർക്ക് അവരുടേതായിട്ടുള്ള രീതികൾ ഒരുക്കുക. ഇപ്പോ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഇപ്പോ ഡ്രോയിങ് കോമ്പറ്റീഷൻസ്, അതിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന മെഡൽ, സർട്ടിഫിക്കറ്റ്, കാര്യങ്ങൾ ഇതൊക്കെ കുട്ടികൾക്ക് ലഭിക്കാറുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂളുകൾ നടത്തുന്നത്? അവർക്ക് കൊടുക്കുന്ന ഓരോ അവസരങ്ങളാണല്ലേ. സ്പോർട്സ്, യൂത്ത് ഫെസ്റ്റിവൽ, ആനുവൽ ഡേ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട്, ഓണാഘോഷം, അതിലെ പരിപാടികള്, ഗെയിംസ് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ടീച്ചേഴ്സ് ആയാലും കുട്ടികളെ ഇപ്പോ UKG LKGയിലൊക്കെ കുട്ടികളെ ഓരോ ലെറ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ ആൽഫബറ്റ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ ആക്ടിവിറ്റീസിലൂടെയാണ്. അപ്പൊ ഓരോ കുട്ടികൾക്കും അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, അത് ഇപ്പൊ എന്റെ മോളുടെ ഒക്കെ സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സ് ചെയ്യിക്കാറുണ്ട്. പേജ് നമ്പർ 123. ഓക്കെ. ടീച്ചേഴ്സ് എങ്ങനെയാന്ന് വെച്ചാല് അക്ഷരങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പേഴ്സ് കൊണ്ടുപോകും വീട്ടിൽ നിന്ന്. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ബെഞ്ചിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് എവിടെയാണ്, എവിടെയാണ്, അതിന് സർക്കിൾ ചെയ്യാൻ പറയും. അപ്പൊ കുട്ടികൾക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു അവസരം കൊടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ അവർക്ക് ലെറ്റേഴ്സ് പഠിക്കാനായിട്ടായാലും ഒരു ഇൻട്രസ്റ്റ് അതിലോട്ട് കുട്ടികൾക്ക് വരാനായിട്ടും, ചിലവർക്ക് ഇങ്ങനെ ലെറ്റേഴ്സ് എഴുതാനായിട്ടായാലും നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടൊക്കെ മടി ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുമ്പോ എന്താണ്, ഇതൊക്കെ നല്ല രീതിയിൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം പോലെയാണ് ചെയ്യിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യിക്കുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികള് നല്ല രീതിയിൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്നുണ്ട് അല്ലെ. ഓരോ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് തയ്യാറാവുക. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, സ്കൂളുകളിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഭരണകാര്യങ്ങളിലും കുടുംബങ്ങൾക്ക് പങ്കെടുപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം, കുടുംബങ്ങളെ പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരം കുടുംബങ്ങൾക്ക് കൊടുക്കുക. ഓരോ കാര്യങ്ങൾ ഇപ്പോ ടീച്ചേഴ്സിന്റെ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ HMന്റെ ഇഷ്ടമനുസരിച്ചിട്ടുള്ള ചെയ്യിക്കേണ്ടത്. ഓരോ കാര്യങ്ങളും ഇപ്പൊ പുതിയൊരു പുതിയൊരു പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോ ഓണാഘോഷം അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ, ഇതൊക്കെ നമ്മൾ നടത്തുമ്പോൾ പാരന്റ്സിനോടും കൂടി ചോദിക്കാം എന്തൊക്കെയാണ്. അല്ലെങ്കിൽ PTA എന്ന് പറയുന്നത് എന്താണ്, പാരന്റ്സും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് അല്ലെ. അവരോടും കൂടി അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. ഇന്നത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, ഡിസിഷൻ എന്താണ് എന്നുള്ളത് അവരോടും കൂടി ചോദിച്ച് അതും കൂടി നമ്മൾ അറിഞ്ഞ് ആ പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, പാരന്റ്സിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അത്തരത്തിലുള്ള അവസരങ്ങൾ പാരന്റ്സിനെയും കൂടി കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, അധ്യാപകർക്കും പ്രിൻസിപ്പലിനും ജോലി സംതൃപ്തി നൽകുന്നു അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാരന്റ്സിനെയും കുട്ടികളും അതുപോലെ തന്നെ ടീച്ചേഴ്സും കൂടി ഉൾപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ അല്ലെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ എന്താണ്, അവർക്കും അവരുടേതായിട്ടുള്ള ഡെവലപ്മെന്റുകൾ സ്കൂളിനുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ്, ടീച്ചേഴ്സിനായാലും സ്കൂളിനായാലും HMനായാലും ഒക്കെ ഒരു സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ. അവർക്ക് നല്ല രീതിയിൽ സമൂഹത്തിന്റെ ഇടയിൽ നല്ലൊരു സ്കൂളായിട്ട് മികച്ചതായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുമ്പോൾ എന്താണ്, ഒരു നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് രീതിയിൽ ഫാമിലിയെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, ഫാമിലിയെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് എന്ത്, കുട്ടികൾക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. സ്കൂളിനായാലും സ്കൂളിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണോ? നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കിയേ.
ഇനി ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള റിസൾട്ട് എന്താണെന്നുള്ളതാണ് അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. അല്ലെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, എന്താണ് പാരഗ്രാഫില്, എന്താണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്, എന്താണ് ഫാമിലിയും അതുപോലെ തന്നെ സ്കൂളും തമ്മിലുള്ള ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ വാഗുകൊണ്ട് പറയുന്നത് പോലെ എളുപ്പമല്ല അല്ലെ. അത് കുറച്ച് പരിശ്രമങ്ങളായാലും അതിനെ കുറിച്ച് സമയങ്ങളായാലും ആവശ്യമാണ് അല്ലെ. ഇപ്പോ ചില സ്കൂളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്താണ് പാരന്റ്സ് അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അതിന് സപ്പോർട്ട് ചെയ്യില്ല. ചില കുട്ടികളുടെ പാരന്റ്സ് എന്ന് പറയുന്നത് അവരുടെ പഠനത്തിലായാലും ചിലപ്പോ അവര് ഇപ്പൊ ഓപ്പൺ ഹൗസ് ഒക്കെ വെച്ച് കഴിഞ്ഞാല് വരാത്ത അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചോദിക്കാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാത്ത കുറെ പാരന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ചിലപ്പോ അവർക്ക് എന്താണ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കാം ടൈം കിട്ടാറില്ല, അതുപോലെ തന്നെ കുട്ടികളെ നോക്കാനായിട്ട് ടൈം ഇല്ല. അതുപോലെ തന്നെ ഇപ്പോ അബ്രോഡൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യുന്നത്, ഇപ്പോ ചിലപ്പോ അപ്പാപ്പനും അമ്മാവന്മാരൊക്കെ ആയിരിക്കാം കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അപ്പൊ അവർക്കൊന്നും വന്ന് നോക്കാനായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടോ ഒന്നും സാധിക്കില്ല. അത്തരത്തില് ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫാമിലിയുമായിട്ട് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്
എന്താണ് അത് സാധിക്കില്ല സ്കൂളുകൾക്ക്. അതിന് ടൈമും കാര്യങ്ങളൊക്കെ കൂടുതൽ പരിശ്രമങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ചില കുടുംബങ്ങൾക്ക് അവരുടെ സാഹചര്യങ്ങൾ കാരണം അല്ലെ കുട്ടികളെ എന്താണ് ചില സാഹചര്യങ്ങൾ ചിലപ്പോ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാവാം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ എന്താണ് ലോ ലെവലിലുള്ള ഫാമിലീസ് ഉണ്ടാവാം, ഹയർ ലെവലിലുള്ള ഫാമിലീസും ഉണ്ടാവാം. അവർക്ക് ചിലപ്പോൾ തിരക്കും കാര്യങ്ങളും കൊണ്ട് അത്തരത്തില് സ്കൂളുമായിട്ട് അടുക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അപ്പൊ രണ്ട് രീതിയിലുണ്ട് അല്ലെ പാരന്റ്സ് അല്ലെങ്കിൽ ഫാമിലീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ അവരുടെ കാര്യങ്ങൾ കുട്ടികളുടെ എന്താണ് സാഹചര്യങ്ങൾ കാരണം കുട്ടികളുടെ പഠനങ്ങൾ സജീവമായിട്ട് അവർ ചിലപ്പോൾ അവർക്ക് പങ്കെടുക്കാനായിട്ടൊന്നും പറ്റില്ല. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടോ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടോ നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ പറഞ്ഞു അല്ലെ, ക്യാഷ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ എബ്രോഡൊക്കെ ആണെങ്കിൽ അങ്ങനെ വന്ന് അന്വേഷിക്കാനായിട്ടോ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടോ ഒന്നും ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി അപ്പൊ അതാണ് പറയുന്നത് ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പ് ഫാമിലിയും സ്കൂളും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ കുറെ പ്രയത്നിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, കൂടുതൽ പരിശ്രമങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി അതിന്റെ റിസൾട്ട് ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കാം, അതിന്റെ ഒരു ഫലം എന്തായിരിക്കാം എന്നാണ് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മളിവിടെ വായിക്കുന്നത്. ഓക്കെ, അതായത് എന്താണ് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പാരന്റ്സിന് സ്കൂളിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും മനസ്സിലാകുമ്പോൾ അവർക്ക് സ്കൂളിനോട് കൂടുതൽ സഹായിക്കാനായിട്ട് ഇപ്പോ ചില കുഞ്ഞു സ്കൂളുകൾ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പാവപ്പെട്ടവരാണ് പഠിക്കുന്നതെങ്കിൽ എന്താണ് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ചിലപ്പോൾ അവിടുത്തെ സാറുമാർക്കോ ടീച്ചർമാർക്കോ ഒന്നും കഴിയില്ല. അപ്പൊ ആ സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ സ്പോൺസർ കാര്യങ്ങളൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കുട്ടികൾക്ക് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും. ചിലപ്പോ കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലാത്ത സ്കൂളുകൾ ഇപ്പോഴും ഉണ്ട്. അതെന്താണ് ഇപ്പോ എന്താ പറയാ ട്രൈബൽ ഏരിയാസിലൊക്കെ ഉള്ള സ്കൂളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് അധികം ക്യാഷും കാര്യങ്ങളും ഒന്നുമില്ല അല്ലെ. അപ്പൊ അത്തരത്തില് കുട്ടികളൊക്കെ ആണെങ്കിൽ ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് പാരന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇങ്ങനെ സ്പോൺസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും അല്ലെ. ആ സാഹചര്യങ്ങൾ അറിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് എന്താണ് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തില് കുടുംബങ്ങളെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ അറിവും കഴിവുകളും ഉള്ള ഒരു സ്കൂളായിട്ട് ലഭിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. അതായത് കുട്ടികളുടെ പഠനത്തില് കുടുംബങ്ങളെയും നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അവയർനെസ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കുടുംബങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവരെ നല്ല മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പൊ ടീച്ചേഴ്സ് മാത്രം പഠിപ്പിച്ചാൽ മാത്രം പോരാ, ബാക്കി നമ്മൾ എവിടെയാണ് കുട്ടികൾ നിൽക്കുന്നത്, കുടുംബങ്ങളിലാണ് അല്ലെ. കുടുംബങ്ങളിലൂടെ സപ്പോർട്ടും അതുപോലെ തന്നെ അവരെ മനസ്സിലാക്കാം, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാം, അവരുടെ വാണ്ട്സ് നീഡ്സ് കാര്യങ്ങള്. ചില പാരന്റ്സ് ഒക്കെ ഉണ്ട് കുട്ടിയെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ എന്താ അവർക്ക് കുട്ടി നോക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യം കുട്ടിക്ക് കുട്ടിയുടെ കാര്യം അല്ലെ. അപ്പോഴാണ് കുട്ടി എന്ത് ചെയ്തു പോകുന്നത്, ഡീവിയേറ്റ് ആയി പോകുന്നത് ഇല്ലേ. നമ്മൾ പഠിക്കാറുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ട്, നമുക്ക് ചില കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നമ്മൾ പഠിക്കുമ്പോഴായാലും എക്സ്പീരിയൻസ് ഉള്ള കുട്ടി ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളതാണ് അല്ലെ, കേൾക്കാറുണ്ട്. ഓക്കെ, ചിലപ്പോ അച്ഛൻ ഉണ്ടാവില്ല, ചിലപ്പോ അമ്മ സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ചില കുട്ടികൾ വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്, എങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്, എങ്ങനെയൊക്കെ ആയിരുന്നു ക്ലാസ്സുകൾ എടുത്തോ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ അവരോട് ചോദിക്കാം. അപ്പൊ എന്താണ് കുട്ടികൾ ഓരോന്നും പറയും അല്ലെ, അമ്മ ഇന്നതായിരുന്നു കാര്യം, ഇന്ന് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, എനിക്ക് മിഠായി കിട്ടി. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുമ്പോ അവർക്ക് എന്താണ് ഒരു സന്തോഷമാണ് അല്ലെ. നമ്മൾ ചോദിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്താ അവരിങ്ങോട്ട് വന്ന് പറയാനായിട്ട് ശ്രമിക്കും ഇല്ലേ. പക്ഷെ നമ്മളത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ പിന്നീട് അവര് നമ്മളിൽ നിന്ന് അകലാനായിട്ട് തുടങ്ങും ഇല്ലേ, അകലാനായിട്ട് തുടങ്ങും. ഓരോ കാര്യങ്ങളൊന്നും പറയില്ല, പിന്നെ മൊത്തം ഫോണും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നെ ഇന്റർനെറ്റ് അഡിക്റ്റ് ആയിരിക്കും അല്ലെ. അതിലേക്ക് കുട്ടി മാറാനായിട്ട് തുടങ്ങും അല്ലെ. നമുക്ക് പാരന്റ്സിന് നോക്കാനായിട്ട് ഒരു ടൈമൊന്നുമില്ല, കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള രീതികള് അല്ലെ, ഫുഡും കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടമനുസരിച്ച് കഴിക്കുന്നു. അങ്ങനെ പോയി ലാസ്റ്റ് എന്ത് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുട്ടിയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളോട് സംസാരിക്കാനായിട്ട് ടൈം കണ്ടെത്താം അല്ലെ. പാരന്റ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ എന്താണ് നല്ല രീതിയിൽ അപ്പൊ അവർക്ക് കുടുംബങ്ങൾക്ക് നമ്മൾ അവയർനെസ് ക്ലാസ് കൊടുക്കണം, ഇന്ന ക്ലാസ്സുകള്. അതുപോലെ തന്നെ ഡ്രഗ്
ഇതിനെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാരന്റ്സ് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ അവരെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പോ എന്റെ മോളുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ വറവ് സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല സ്നാക്സ് ആയിട്ട്. അതുപോലെ തന്നെ എന്താ പറയാ മീറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തു വിടാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ. അപ്പൊ ഇയാളും പറയൂട്ടോ, മമ്മി ഇങ്ങനെ മുൻവന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ എന്താ എനിക്ക് തന്നു വിടാത്തെ. പച്ചക്കറിയൊക്കെ പൊതുവേ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ടെ മടിയായിരിക്കുമല്ലോ. മീൻ അതുപോലെ തന്നെ ബീഫ്, ചിക്കൻ ഇതൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം അല്ലെ. പക്ഷെ അങ്ങനത്തെ സാധനങ്ങളൊന്നും, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുട്ടികൾക്ക് കൊടുത്തു വിടരുത് എന്നൊക്കെ പറയാറുണ്ട്. പാരന്റ്സിന് അത്തരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം എന്താ, ചിലപ്പോ ചില കുട്ടികളുടെ വീടുകളിൽ എപ്പോഴും ബീഫ് വാങ്ങിക്കാനായിട്ടോ എപ്പോഴും ചിക്കൻ വാങ്ങിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അത് കാണുമ്പോൾ ഒരു സങ്കടമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള അവയർനെസ് ക്ലാസ് പാരന്റ്സിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുകയും അങ്ങനെ കുട്ടികളെ ആ രീതിയിലേക്ക് നയിക്കുകയും നല്ല രീതിയിൽ ഫുഡ് പച്ചക്കറി കഴിപ്പിക്കണം അല്ലെ. എപ്പോഴും നമ്മള് കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറികള് കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോ പ്രോട്ടീൻ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. എപ്പോഴും ചിക്കനും ബീഫും ആയി കഴിഞ്ഞാല് പിന്നീട് വലുതാകുമ്പോ എന്താണ് ഫാറ്റ് ലിവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് പിടിപെടരാനായിട്ട് അല്ലെങ്കിൽ എന്താ അത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള ഫുഡുകൾ നമ്മള് ധാന്യങ്ങൾ ഉൾപ്പെടുത്തി, അതുപോലെ എന്താ പറയാ ഈ പച്ചക്കറികള് ഇലക്കറികൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട്. എന്റെ മോൾക്ക് മടിയാണ് കേട്ടോ, ഞാൻ പറയാറ്. മോൾക്ക് മടിയാണ് ചീര കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. ചെറുപ്പത്തിലേ ഇങ്ങനെ കഞ്ഞിയിലൊക്കെ ഇങ്ങനെ കുഴച്ചൊക്കെ ചോറിലൊക്കെ കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളറിയില്ലല്ലോ, ആളിപ്പോ കഴിക്കുമല്ലോ. പക്ഷെ ഇപ്പോഴൊക്കെ ഭയങ്കര മടിയാ കഴിക്കാനായിട്ട് അങ്ങനെ. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യണം, അവയർനെസ് ക്ലാസ്സുകൾ പാരന്റ്സിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിൽ നമുക്ക് ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിലൂടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോവാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാം, ഇഷ്യൂസ്. ഫസ്റ്റ് ഇഷ്യൂ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് ആണ്. Improving students' performance and creating more effective education programs. വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഫസ്റ്റ് പറയുന്നത് എന്താ അതിര മനസ്സിലായോ? മിസ്സേ, പറഞ്ഞു. അത് ഒരു കുടുംബത്തിന്റെ ഫാമിലിയുടെ സ്വാധീനത്തിനെ കുറിച്ച് പറയുന്നേ. അതെ.
അതിനകത്ത് പറയുന്നത് വെച്ചാൽ ഈ കുട്ടികളുടെ പഠനത്തോട് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഫാമിലീസിന്റെ ഒക്കെ നിലപാട് കാര്യങ്ങളെല്ലാം കുട്ടികളുടെ സ്കൂൾ ജീവിതത്തെ ബാധിക്കുന്ന പോലെ പറയുന്നുണ്ട്. കുട്ടികളെ സ്കൂളിൽ പോകുന്നത്, അതിന്റെ ഹാജര് പോലുള്ള കാര്യങ്ങൾ, പഠിക്കാനുള്ള താല്പര്യം, പെരുമാറ്റം, അവരുടെ കോൺഫിഡൻസ്, ഇതെല്ലാം വീട്ടുകാരുടെ കൂടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എന്താണ്, വിദ്യാഭ്യാസത്തില് രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പങ്കാളിത്തവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് എന്ത്? ഇംപ്രൂവിംഗ് സ്റ്റുഡൻസ് പെർഫോമൻസ് ആൻഡ് ക്രിയേറ്റിംഗ് മോർ ഇഫക്റ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക. ഓക്കെ, അതിന് രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട് അല്ലെ? സ്കൂളിനായാലും അതുപോലെ തന്നെ ഫാമിലിക്കായാലും രണ്ടുപേർക്കും ഒരുപോലെയുള്ള ഈക്വൽ ആയിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനായിട്ട്. അതിൽ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിൽ പറഞ്ഞതുപോലെ എന്താണ്, കുട്ടികളുടെ പഠനത്തോടുള്ള മനോഭാവം എങ്ങനെയാണ്, അതുപോലെ അതിന്റെ എന്താണ് സെൽഫ് കൺസെപ്റ്റ്, അതുപോലെ തന്നെ എന്താ മോട്ടിവേഷൻ, അറ്റൻഡൻസ്, അച്ചീവ്മെന്റ്സ്, ആത്മവിശ്വാസം, കോൺഫിഡൻസ്, പെരുമാറ്റം എന്നിവയിൽ രക്ഷിതാക്കളുടെ സമീപനത്തിന് വലിയ പങ്കുണ്ട്. ചില അമ്മമാരോ അല്ലെങ്കിൽ പാരന്റ്സ് ഒക്കെ എന്താണ്, കുട്ടികളൊക്കെ സ്കൂളിൽ വിടാനായിട്ടൊക്കെ താല്പര്യപ്പെടാത്തവരായിരിക്കാം അല്ലെ? ഇപ്പൊ ചിലവരുണ്ട്, എന്തായാലും സ്കൂളിൽ പോകണം, ഇന്ന് പഠിച്ചത് അന്നാണ് പഠിപ്പിക്കുന്നത്, അന്നാന്നൊക്കെ അവര് വന്ന് പഠിപ്പിക്കുകയും വൈകുന്നേരങ്ങളിലൊക്കെ ഇരുത്തി അല്ലെ അവര് നോക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കാം. ചില അമ്മമാരെന്ന് പറഞ്ഞാലോ, ഇന്ന് പോകണമെങ്കിൽ പോകണ്ട, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അന്ന് പോകണ്ട, കുഴപ്പമില്ല എന്ന് പറയും അല്ലെ? അങ്ങനെയും ഉള്ള പാരന്റ്സ് ഉണ്ട് അല്ലെ? പക്ഷെ നല്ല രീതിയിൽ എന്താണ്, ഇപ്പോ എന്തെങ്കിലുമൊക്കെ മുടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, നമുക്ക് പനി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം കുട്ടികളെ വിടാത്ത അമ്മമാരുണ്ടാവാം. ഇനി എന്തെങ്കിലുമൊക്കെ എന്താ, അവർക്ക് ഇപ്പോ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടാവാം. ടീച്ചേഴ്സ് പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ കൂടി നമ്മളും കൂടി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വേണ്ടി വരുന്നുണ്ട് അല്ലെ? അവനോടൊപ്പം ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഇപ്പൊ കുഞ്ഞുങ്ങളായാലും ഇപ്പൊ CBSE സിലബസ് ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു രീതിയാണ് അല്ലെ? അവർക്ക് കുറേ പഠിക്കണം. ഇപ്പൊ 1ാം ക്ലാസ്സിലാണെങ്കിൽ മോള് കുറേ പഠിക്കാനും ഒക്കെ ഉണ്ട്. അത് ഒരു പാരഗ്രാഫ് പോലെയാണ് സെന്റൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അവർക്ക് എന്താണത്, അവരായി വരുന്നേ ഉള്ളൂ അല്ലെ അതൊക്കെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോ ചിലപ്പോ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവാത്ത അവസ്ഥ വരാം. മലയാളമൊക്കെ പഠിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ് ഓരോ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അല്ലെ? ഇപ്പൊ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്, എന്നിരുന്നാൽ കൂടി നമ്മളുടെ ഒരു സപ്പോർട്ടും പാരന്റ്സിന്റെ ഒരു സപ്പോർട്ടും കൂടി കുട്ടിക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു അവനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്താ, മാതാപിതാക്കളെയും സമൂഹത്തെയും സ്കൂൾ പരിപാടികളിൽ നമ്മൾ ഉൾപ്പെടുത്തി പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ഇപ്പൊ ഓരോ കാര്യങ്ങൾ, ഇപ്പോ എക്സിബിഷൻ, അതുപോലെ തന്നെ എന്താ പറയാ, ഓരോ സ്പോർട്സിന്റെ കാര്യങ്ങൾ, ഇപ്പോ സ്റ്റേജ് ഐറ്റംസ്, ഓൺ സ്റ്റേജ് ഐറ്റംസ്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വരുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, ടീച്ചേഴ്സ് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ മാത്രം പോരാ, പാരന്റ്സിന്റെ ഒരു സപ്പോർട്ടും കൂടി കുട്ടികൾക്ക് വേണം. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയാലും അവരെന്താണ്, വീട്ടിൽ നിന്ന് അത്രയും സപ്പോർട്ട് കിട്ടിയിട്ടാണ് കുട്ടികള് അതിൽ പങ്കെടുക്കുന്നത് അല്ലെ? ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ ഈ എന്താ പറയാ, യൂട്യൂബിലൊക്കെ കാണാറുണ്ട് പാരന്റ്സ് ഒക്കെ ഇങ്ങനെ അണിയിച്ചൊരുക്കിയിട്ട് കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത് അല്ലെ? അതെന്താ, പാരന്റ്സിന് സപ്പോർട്ട് ഇല്ലാതെ നടക്കുന്നുണ്ടോ? ഇല്ല, ടീച്ചേഴ്സ് മാത്രം പറഞ്ഞത് കൊണ്ടല്ല അല്ലെ, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ടല്ല, പാരന്റ്സിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? എക്സിബിഷൻസ് ആയാലും ഇപ്പോ ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്, ഇന്ന ദിവസം ഇന്ന എക്സിബിഷൻ ആണ്, അപ്പൊ ഏതെങ്കിലും ഒരു പഠനവുമായിട്ട് കുട്ടികളുടെ മാത്സ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി കൊണ്ടുവരാം എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്, പാരന്റ്സിനോട് പറയാറുണ്ട്. അപ്പൊ പാരന്റ്സ് എന്താണ്, അതിന് സപ്പോർട്ട് ചെയ്യാറുണ്ട്, അവരുണ്ടാക്കി നല്ല രീതിയിൽ കൊടുത്തു വിടാറുണ്ട്. അപ്പൊ എന്തെങ്കിലും സ്കൂളിൽ നടക്കുന്ന ഓരോ പരിപാടിയിലും പാരന്റ്സിനെയും കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ കുട്ടിക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ പഠനം യഥാർത്ഥ ജീവിതാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പഠനം കൂടുതൽ പ്രയോജനകരമാവും. ഓക്കെ, ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ഈ എന്താ പറയാ, വിത്ത് മുളപ്പിച്ചിട്ട് ഒരു ഡയറി ഒക്കെ നമുക്ക് തരാറുണ്ടായിരുന്നു ഇല്ലേ? ഡയറി തന്നിട്ട് ഇങ്ങനെ വിത്ത് മുളപ്പിക്കാൻ വെക്കുക, അത് എന്നിട്ട് ഇങ്ങനെ
വരുമ്പോ 2 ഇലയാവും, പിന്നെ അത് 3-4 ഇല അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മൾ ഓരോ അപ്ഡേഷൻസ് അതിനകത്ത് എഴുതി കൊണ്ടുവരാനൊക്കെ എഴുതാറൊക്കെ ഉണ്ട് അല്ലെ, ചെയ്യാറുണ്ട്. അതെന്താണ്, കുട്ടികള് ഒരു എന്താ പറയാ അവര് ചെയ്ത് അനുഭവത്തിലൂടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെയാണ് അവർ പഠിക്കുന്ന കാര്യങ്ങൾ ഇല്ലേ, നമുക്കും ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ എക്സ്പീരിയൻസിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ അന്ന് പഠിച്ചിരുന്നത് അല്ലെ. നമ്മൾ എന്റെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഡയറിയൊക്കെ തന്നിട്ട് ഇങ്ങനെ എഴുതാനൊക്കെ ആയിട്ട് ഇല്ലേ, ഓർമ്മ വരുന്നില്ലേ? ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോ കുട്ടികളായാലും നമ്മളിപ്പോ നമ്മുടെ മോണ്ടിസോറി ആണെങ്കിലും എങ്ങനെയാണ് അവർ എക്സ്പീരിയൻസിലൂടെയാണ് പഠിക്കുന്നത് അല്ലെ. ഓരോ കാര്യങ്ങൾ ഇപ്പോ ലെറ്റേഴ്സ് എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും അതുപോലെ കളർ എങ്ങനെയാണ് പഠിക്കുന്നത്, ഓരോ കാര്യങ്ങൾ അവര് അത് കാണിച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. എന്താണ്, ഓരോ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് എന്താണ് അണ്ടർസ്റ്റാൻഡബിൾ ആവുകയും നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് കുട്ടിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ജോലി പ്രായം, മെന്ററിങ്, ബിസിനസ്, സ്കൂൾ സഹകരണം എന്നിവ കുട്ടികൾക്ക് പ്രായോഗിക പഠനാവസരങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, ടീച്ചേഴ്സിന്റെ മെന്ററിങ് ആയാലും സപ്പോർട്ട് ആയാലും അതുപോലെ തന്നെ എന്താണ് ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ അവൻ ഇപ്പോ എന്താ പറയാ പുതിയതായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇന്നതുപോലെ വെക്കും, ഇന്നതുപോലെ വീടുണ്ടാക്കും എന്നൊക്കെ പറയും ഇല്ലേ, നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവൻ എന്താണ് അവൻ്റെതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും ഇല്ലേ. അപ്പൊ എന്താ, അവൻ ഓരോ കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ അവൻ്റെതായിട്ടുള്ള രീതിയിൽ. അതൊക്കെ എന്താണ് അവന് എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഇല്ലേ. നമ്മൾ പറയുന്നത് അനുസരിച്ചിട്ടല്ല, അവന് അവൻ്റെതായിട്ടുള്ളൊരു ഇമാജിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അല്ലെ ക്രിയേറ്റിവിറ്റി ഉണ്ട് കുട്ടികൾക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ സ്ഫടികത്തില് മോഹൻലാല് ഉണ്ടാക്കുന്നില്ലേ ഒരു പണിയടിക്കുന്ന ഒരു കൈ വെച്ചിട്ടുള്ള ഒരു യന്ത്രം, അതൊക്കെ എന്താ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോ അത്തരത്തിലുള്ള ഒരു കഴിവ് കുട്ടിക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ഏത് മേഖലയിലുള്ള ജോലിക്കാണ് ഇഷ്ടം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടായാലും അതുപോലെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത്തരത്തിലുള്ള സഹകരണം കുട്ടികൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ടീച്ചേഴ്സിൻ്റെതായാലും പേരൻസിൻ്റെതായാലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് വേണ്ടത് എന്താണ്, ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും സപ്പോർട്ട്, രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള സപ്പോർട്ട് കുട്ടികൾക്ക് ആവശ്യമാണ്. ഓക്കെ, ഇതാണ് അതിൽ പറയുന്നത്, കൺസെപ്റ്റ് അതാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വായിക്കാട്ടോ. Fostering shared responsibility for the education and the well-being of child.
സരിത മോള് ജോയിൻ ആയിട്ടുണ്ടോ? മിസ് സരിത ഒരു ജോബ് പോകുന്നുണ്ട്. MT18 അല്ലേ? ആ ആ ആ ജോബ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ തോന്നുന്നു അപർണ മിസ് സെമിനാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് അറിയുമായിരുന്നോ? ആ ഗ്രൂപ്പിൽ പറയുന്ന കേട്ടു. ഇപ്പം വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി. അവള് ഉച്ചയ്ക്ക് ശേഷം എന്താ ഒരു ഷോപ്പിൽ പോകുന്നതേ. 2 മണി മുതൽ അങ്ങനെ എന്തോ അവളുടെ ടൈം പറഞ്ഞത്. പിന്നെ കണ്ടിട്ടില്ല, തിരക്കായെന്ന് തോന്നുന്നു. ആ ഓക്കെ. അപ്പൊ ആ കുട്ടിയുടെ സെമിനാറിലെ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേണം മാർക്ക് ഇടാനായിട്ട്. ഇപ്പൊ വൈവയുടെ മാർക്ക് ചോദിക്കുമ്പോ നമുക്ക് ഇല്ലെങ്കിൽ ചിലപ്പോ പെട്ടെന്ന് തന്നെ അവര് കൊടുക്കാൻ പറയും ഓഫീസിൽ. ഞാൻ മെസ്സേജ് ഇടാം മിസ് എന്നാ. അപ്പൊ അപർണ മിസ് ടോപ്പിക് തന്നെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, മിഥുലയ്ക്ക് തന്നു മിസ്. തന്നല്ലേ? ആ. അതിനെ മറ്റേ കുട്ടിയോട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തോളൂ കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ചെയ്യാലോ, സെമിനാർ ചെയ്യാം. മിഥുലയ്ക്ക് മാത്രം മിസ് ഒന്ന് തന്നോളൂ, ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ സരിത മോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇക്ക് തന്നേന്നു, മറ്റേ കുട്ടീനെ കേട്ടില്ല. ഞാൻ വർക്ക് ആയതുകൊണ്ട് വേഗം ഇറങ്ങി. ആണല്ലേ? ഓക്കെ. സെക്കൻഡ് പോയിന്റ് വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, മനസ്സിലായേ? കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിനും അവരുടെ സക്സസിനും എല്ലാം വേണ്ടിയിട്ട് കുടുംബത്തിന്റെ, സ്കൂളിന്റെ, സൊസൈറ്റിയുടെ ഒക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അവരുടെ കാര്യത്തിൽ. പിന്നെ കുട്ടികളെ പഠിത്തത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് സ്കൂള്, സൊസൈറ്റി, കുടുംബം എല്ലാം ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കുട്ടികൾ നേരിടുന്ന ചില ദാരിദ്ര്യം അല്ലെങ്കിൽ പട്ടിണിയൊക്കെയുള്ള കുടുംബത്തിലുള്ള കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളൊക്കെ അവരെ മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സം നിൽക്കും. ചില കുട്ടികൾക്ക് സപ്പോർട്ട് കിട്ടുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എല്ലാത്തിലും അങ്ങനെ തന്നെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും ഉത്തരവാദിത്തമുണ്ട് അല്ലെ? ഓക്കെ, ഫാമിലിക്കായാലും സ്കൂളിനായാലും സമൂഹത്തിനായാലും നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, കുട്ടികളുടെ ഒരു നല്ലൊരു വിദ്യാഭ്യാസവും നല്ല ജീവിതവും നൽകുന്നതിന് കുടുംബത്തിനായാലും സ്കൂളിനായാലും സമൂഹത്തിനായാലും സംയുക്തമായിട്ടുള്ള ഈ 3 പേർക്കും സംയുക്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസവും നല്ല രീതിയിലുള്ള ഒരു ജീവിതം നൽകുന്നതിന് 3 പേർ, സ്കൂളിനായാലും പാരന്റ്സിനായാലും സമൂഹത്തിനായാലും ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ കുട്ടികൾ വിജയിക്കാനായിട്ട് കുടുംബം, സ്കൂള്, സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഒരാളുടെ മാത്രം സപ്പോർട്ട് കിട്ടിയാൽ മാത്രം എന്താണ് കുട്ടിക്ക് നല്ല രീതിയിൽ ഡെവലപ്മെന്റ്സുകൾ ഉണ്ടാവില്ല. ഈ 3 പേരും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് കുട്ടിക്ക് നല്ല രീതിയിലൊരു ഡെവലപ്മെന്റും സപ്പോർട്ടും അതുപോലെ തന്നെ വിജയിക്കാനായിട്ടുള്ള ഒരു അവസരവും കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ദരിദ്രം, അവരെ പറഞ്ഞതുപോലെ തന്നെ ദാരിദ്ര്യം, അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങള്, അതുപോലെ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത്, അവഗണന. പല കുട്ടികളും ചിലപ്പോ ഇപ്പൊ ചിലർക്ക് കാസ്റ്റിന്റെ പേരിലൊക്കെ എന്താണ് അവഗണിക്കാറുണ്ട് ഇല്ലേ? നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ കുടുംബ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവാം അല്ലെ? അപ്പനമ്മ വഴക്ക് അല്ലെങ്കിൽ ഡിവോഴ്സ് കാര്യങ്ങള്, അവരുടെ സ്നേഹം കിട്ടാത്തൊരവസ്ഥ അല്ലെ? അതൊക്കെ എന്താണ് കുട്ടികൾ ഫേസ് ചെയ്യുന്നത്? ചെറുപ്പത്തിലേ തൊട്ട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സ്നേഹം കിട്ടാത്തൊരവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റില്ല അല്ലെ? പ്രസവിച്ചിട്ട് ചിലപ്പോ ഗൾഫിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഉണ്ടാവാം. അപ്പൊ എന്താണ്, കുഞ്ഞുങ്ങളാണ് അവരല്ലേ? നമുക്ക് ആ കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അമ്മമാരായതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ എന്താ പറയാ, അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നതുമായാലും അതുപോലെ തന്നെ അവർക്ക് ചോറ് കൊടുക്കുന്ന ടൈമും ഇതൊക്കെ എന്താണ് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണല്ലേ ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാല്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അതൊക്കെ ആ സ്റ്റേജ് എന്ന് പറഞ്ഞാല് കുട്ടിക്ക് എന്താ അമിതമായിട്ടല്ലേ അമ്മയുടെ സ്നേഹം
കിട്ടാനുള്ളൊരു സാഹചര്യം ആണ് അല്ലെ ആ സ്റ്റേജസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ആ കിട്ടാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞാല് പിന്നീട് ആ കുട്ടി നമ്മളിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ആയി പോവാനായിട്ടും ചിലപ്പോ വേറെ ഒരു സ്നേഹം തേടി പോവാം, അല്ലെങ്കിൽ അങ്ങനെ മറ്റു പലതും തേടി പോവാനായിട്ടുള്ള സാഹചര്യം വരും. കാരണം എന്താ, ചെറുപ്പത്തിലേ കുട്ടികൾക്ക് അമ്മയും അച്ഛന്റെയും സ്നേഹം കിട്ടി വളരേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യാം. ഇപ്പോ ചെറിയ കാര്യങ്ങള്, ഇപ്പോ അമ്മയില്ലാത്തവരൊക്കെ ഉണ്ടാവാം, ചിലപ്പോ പാരന്റ്സ് ഇല്ലാത്തവര് വേറെ ഇപ്പോ ഇളയച്ചന്റെ വീട്ടിലോ അല്ലെങ്കിൽ അമ്മയുടെ ആങ്ങളുടെ വീട്ടിലൊക്കെ നിന്ന് വളരുന്ന കുട്ടികൾ ഉണ്ടാവാം അല്ലെ. അപ്പൊ അവരെയൊക്കെ നമ്മൾ ദുരുപയോഗം ചെയ്യാറുണ്ട്. കാരണം ഈ നിങ്ങൾ മാണിക്യക്കല്ലൊക്കെ കണ്ടിട്ടുണ്ടോ? മാണിക്യക്കല്ലില് പൃഥ്വിരാജ് അധ്യാപകനായിട്ട് വന്നിട്ട് എന്താ പറയാ, ഈ കുട്ടികളെയൊക്കെ അതില് ഏതൊരു കുട്ടി പഠിക്കാൻ വരുന്നുണ്ട്, പക്ഷെ അവന്റെ ബാഗിൽ എന്തായിരിക്കും, ചാരായം മാറ്റിയതായിരിക്കും അല്ലെ. അതെന്താ, പഠിക്കാൻ വരുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ എന്താണ്, അവനിങ്ങനെ ചാരായം കൊണ്ട്, കണ്ടിട്ടില്ലേ നിങ്ങള്? ഉണ്ടോ? എന്താണ്, പക്ഷെ ആ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ ഒരു ദുരുപയോഗം നടത്തലല്ലേ ചെയ്യുന്നത് അല്ലെ. കുട്ടിയെ വിടുന്നുണ്ട് ക്ലാസ്സിൽ, ഓക്കെ, പക്ഷെ എന്താണ്, ആ കുട്ടിക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ള സാഹചര്യം കൊടുക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അത്തരത്തിലുള്ള സാഹചര്യങ്ങള്, കുടുംബ പ്രശ്നങ്ങള് എന്ന് വരുന്നവര് ഒക്കെ എന്താണ്, വളരെ ബുദ്ധിമുട്ടുള്ള മാനസികമായിട്ട് എന്താ പറയാ തകർന്ന് ജീവിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കുട്ടികള് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ പഠനം എന്ന് പറയുന്നത് എന്താണ്, അവിടെ നല്ല രീതിയിൽ പോവില്ല, അവിടെ സ്റ്റോപ്പ് ആവാനായിട്ട് സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ആ കുട്ടികൾ പഠിക്കില്ല അല്ലെ. കുടുംബ പ്രശ്നങ്ങളായാലും അതുപോലെ തന്നെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവന് എന്താണ്, അപ്പൊ ആ പഠനത്തിലേക്കുള്ള ചിന്ത കുട്ടിക്ക് വരില്ല. ഓക്കെ, കറക്റ്റ് ടൈമിൽ ആ ചാരായം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് ആ കുട്ടി ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ദാരിദ്ര്യം അല്ലെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാവാം, എന്താണ് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തവരുണ്ടാവാം അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ ഇടയിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്, കുട്ടികളെ പഠനം സ്റ്റോപ്പ് ആകാനായിട്ട് അല്ലെ, നല്ല രീതിയിലേക്ക് പഠിക്കാനായിട്ടല്ല, പഠനം അവിടെ തടസ്സപ്പെടുത്താനായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികളുടെ സ്കൂളിലെയും അതുപോലെ തന്നെ ജീവിതത്തിലൂടെയും വിജയ സാധ്യത കുറയ്ക്കാനായിട്ട് അല്ലെ. നമുക്ക് എന്താണ്, ചെറിയ കുട്ടികൾ ഇപ്പോ പറയാറുണ്ട്, എനിക്ക് ഇപ്പോ അച്ഛൻ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ ജോലിക്ക് പോയിട്ടാണ് ഞങ്ങളെ നോക്കുന്നത്, 5 പിള്ളേരുണ്ട്, അപ്പൊ ഏറ്റവും മൂത്ത കുട്ടിയാണ് ഞാൻ. അപ്പൊ ഞാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി, എന്റെ പഠനം നിർത്തി എന്നൊക്കെ പറയാറുണ്ട്. പല എക്സ്പീരിയൻസുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. നമുക്കൊരു അവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ അവരുടെ വിജയ സാധ്യത, അവർക്ക് പഠിക്കാനായിട്ടുള്ള നല്ലൊരു ഇന്റലിജന്റ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താണ്, ബാക്കിയുള്ള നമ്മുടെ അനിയന്മാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനിയന്മാർക്ക് വേണ്ടിയിട്ടോ അവര് എന്ത് ചെയ്യുന്നു, പഠനം സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലും കുട്ടികളുടെ വിജയ സാധ്യത, അവന് വിജയിക്കാനുള്ള അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടാനായിട്ടുള്ള ഒരു സ്കിൽ അവനുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു, അത് തടസ്സപ്പെട്ടു അല്ലെ. അത്തരത്തിലുള്ള സാഹചര്യങ്ങളും പഠനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിനാൽ കുടുംബവും അധ്യാപകരും സമൂഹവും സാമൂഹിക സേവന സ്ഥാപനങ്ങളും എന്നിവർ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സഹായവും പിന്തുണയും നൽകുക. നമ്മളായാലും പാരന്റ്സ് ആയാലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഇപ്പോ സമൂഹമായാലും അതുപോലെ തന്നെ എന്താ പറയാ സ്കൂളായാലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് പറയുന്നത്. അവരെ അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് വായിച്ചു.
മൂന്നാമത്തെ പോയിന്റിലും എന്താ പറയുന്നത്, നല്ലൊരു വിദ്യാഭ്യാസത്തില് മാതാപിതാക്കളെയും അതുപോലെ തന്നെ സമൂഹത്തെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുക അല്ലെ. അതായത് സെയിം കൺസെപ്റ്റ് തന്നെയാണ്, ഓരോ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നുള്ളൂ. എന്താണ്, മാതാപിതാക്കൾക്കും സമൂഹത്തിലെ മറ്റംഗങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ള കൂടുതൽ അവസരം നൽകുക. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്കായാലും മറ്റു സമൂഹങ്ങൾക്കായാലും എന്ത് ചെയ്യണം, ഓരോരുത്തരും ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പരിസ്ഥിതി ദിനത്തിനൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുക്കാറുണ്ട്, വിതരണം ചെയ്യാറുണ്ട് ഇല്ലേ. സ്കൂളുകാര് ചിലപ്പോ എന്താ സ്പോൺസർ ചെയ്തതായിരിക്കില്ല, അല്ലെങ്കിൽ സ്കൂളുകാർ കൊടുക്കുന്നതായിരിക്കില്ല. ഓരോ സംഘടനകള് അവരുമായിട്ട് ചേർന്ന് അവര് സ്പോൺസർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സ്കൂളിലേക്ക് സ്പോൺസർ എങ്ങനെയാ വരുന്നത്, സമൂഹത്തിന്റെ ഇടയിൽ നിന്നാണ് അല്ലെ, സാമൂഹിക കൂട്ടായ്മയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഡെവലപ്മെന്റിന് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് സമൂഹത്തെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും പാരന്റ്സിനെയും സ്കൂളും കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് ഡെവലപ്മെന്റ്സിലേക്ക് നയിക്കുന്നത് കുട്ടികളെ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞു കുടുംബം, അതുപോലെ തന്നെ സ്കൂള്, സമൂഹം, ഈ 3 വിഭാഗങ്ങൾ ചേർന്ന് നിന്നാൽ മാത്രമാണ് നല്ലൊരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉണ്ടാവുകയുള്ളൂ. കുട്ടികളുടെ വിദ്യാഭ്യാസം വിജയകരമാക്കാനായിട്ട് ഈ 3 പേരും ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു വിജയം കുട്ടികൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. കുട്ടികളുടെ സ്കൂൾ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ മാതാപിതാക്കളെയും അതുപോലെ തന്നെ സമൂഹത്തെയും കൂടുതൽ ഉൾപ്പെടുത്തണം. അവരെയും കൂടി ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാൻസ് ഒക്കെ സ്പോൺസർ ചെയ്യാം. അപ്പൊ എന്താണ്, ആ സമൂഹ സംഘടന അല്ലെങ്കിൽ സമൂഹത്തെ ഒരു ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെയും കൂടി നമുക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. സാമൂഹികമായിട്ട് നമ്മൾ സംഘടനകൾ ഉൾപ്പെടുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാരന്റ്സ്, ഓരോ കാര്യങ്ങളിലായാലും പാരന്റ്സിനെയും കൂടി അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് സ്കൂളുകളിൽ ഓരോ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഓണം സെലിബ്രേഷൻ ആവാം, അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആവാം, യൂത്ത് ഫെസ്റ്റിവല്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ PTA കൂടി ഉൾപ്പെടുത്തി അവരുടെ അഡ്വൈസും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെക്കണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ പ്രോഗ്രാംസ് വെക്കണം എന്നുള്ളത്. എന്താണ്, പാരന്റ്സിനെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. പാരന്റ്സും സ്കൂളും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും 3 പേരും കൂടി ഒത്തിണങ്ങി പ്രവർത്തിച്ചാൽ മാത്രമാണ് കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ആ പോയിന്റിലും പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആരെങ്കിലും പറയൂ. സൈൻ ഔട്ട് പറയാം. Thank you all for your active participation and support. Your presence made today's class successful and meaningful. Once again, thank you everyone. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am. Thanks, miss. Thank you, ma'am.